സഹോദരങ്ങളെ, മനുഷ്യരായ നമുക്ക് സ്രഷ്ടാവായ അല്ലാഹുവിനോടുള്ള കടമകൾ നിർവഹിക്കുന്നതോടൊപ്പം സൃഷ്ടികളോടുള്ള കടമകളും കൃത്യമായി തന്നെ പഠിപ്പിച്ചു തന്നിട്ടുള്ള മതമാണ് ദീനുൽ ഇസ്ലാം. മറ്റുള്ള ആളുകളോട് കരുണ കാണിക്കുക, ആവശ്യങ്ങളെ കണ്ടറിഞ്ഞുകൊണ്ട് അവയുടെ നിർവഹണത്തിനാവശ്യമായ കാര്യങ്ങളിൽ ഏർപ്പെടുക ഏറെ അല്ലാഹുവിന് ഇഷ്ടകരമായ സ്വഭാവമാണത്, പ്രവൃത്തിയാണത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്ത്, നന്മകൾ വർദ്ധിപ്പിക്കുവാനും അത് പ്രവർത്തിക്കുവാനുമുള്ള തൗഫീഖ് നീ എനിക്ക് നൽകണമേ, അതിനു വേണ്ടി ഞാൻ നിന്നോട് ചോദിക്കുകയാണ് എന്ന്. വിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനം തന്നെയും ഫസ്തബിഖുൽ ഖൈറാത്ത്, നന്മയുടെ കാര്യങ്ങളിൽ നിങ്ങൾ മത്സരിച്ച് മുന്നേറുവീൻ എന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ പ്രാധാന്യപൂർവ്വം പറഞ്ഞ ഒരു കാര്യമാണ് അഹബ്ബുന്നാസി ഇലല്ലാഹ്, ജനങ്ങളിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഏറെ ഉപകാരം ചെയ്യുന്നവരാരോ അവരെയാണ് അല്ലാഹു ഏറെ ഇഷ്ടപ്പെടുന്നത്. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാരാണ്? റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് എണ്ണി പറയുന്നത് സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം, ഒരു മുസ്ലിമായ മനുഷ്യന്റെ മനസ്സിലേക്ക് സന്തോഷം പ്രവേശിപ്പിക്കുവാൻ ആവശ്യമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളാകുന്നു എന്നാണ്. ഒരു മനുഷ്യന്റെ മനസ്സിൽ, ഒരു വിശ്വാസിയുടെ, ഒരു മുസ്ലിമിന്റെ മനസ്സിൽ അവന് സന്തോഷമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ ഏറെ അവന് ഇഷ്ടകരമായ പ്രവർത്തനങ്ങളാണ്. ഔ തക്ശിഫു അൻഹു കുർബ, അവന്റെ ഏതെങ്കിലും ഒരു പ്രയാസത്തിൽ നിന്ന് അവനെ മോചിപ്പിക്കുവാൻ ആവശ്യമായ, ബുദ്ധിമുട്ടിൽ നിന്ന് അവനെ കരകയറ്റുവാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ. ഔ തഖ്ദിയ അൻഹു ദൈനൻ, കടബാധ്യതകൾ കൊണ്ട് വലഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുടെ കടങ്ങൾ തീർത്തു കൊടുക്കുവാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ. ഔ തത്റുദ അൻഹു ജൂഅ, വിശപ്പ് സഹിക്കാതെ ദാരിദ്ര്യത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽപ്പെട്ടുഴലുന്ന സഹോദരന്റെ പൈതാഹം തീർക്കുവാൻ ആവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ. ഇങ്ങനെ കുറെ കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞ് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യമുണ്ട്, വല അൻ അംശിയ മഅ അഖീ ഫീ ഹാജത്തിൻ, എന്റെ ഒരു സഹോദരന്റെ കൂടെ അവന്റെ ഏതെങ്കിലും ഒരാവശ്യം പൂർത്തീകരിക്കുവാനും നിർവഹിച്ചു കൊടുക്കുവാനും വേണ്ടി അവനോടൊന്നിച്ച് നടക്കുക എന്നുള്ളതാണ് അഹബ്ബു ഇലയ്യ, എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. മിന്നൻ അഅ്തകഫ ഫീ ഹാദൽ മസ്ജിദ്, ഈ മദീനത്തെ പള്ളിയിൽ ഞാൻ ഷഹ്റൻ, ഒരു മാസക്കാലം ഇഅ്തികാഫിരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം പാവപ്പെട്ട ഒരാളുടെ പ്രയാസങ്ങൾ തീർക്കുവാനും അവന്റെ വിശപ്പ് മാറ്റുവാനും അവന്റെ കടക്കണിയിൽ നിന്ന് അവനെ രക്ഷിക്കുവാനും അവന്റെ പ്രതിസന്ധിയിൽ നിന്ന് അവനെ കരകയറ്റുവാനും ആവശ്യമായ ഏതെങ്കിലും വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടി അവനോടൊന്നിച്ചുള്ള എന്റെ നടത്തമാണ് ഇവിടെയുള്ള ഒരു മാസക്കാല ഇഅ്തികാഫിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, എത്രത്തോളം പ്രാധാന്യപൂർവമാണ് സഹജീവികളോടുള്ള കാരുണ്യവും സഹജീവികളുടെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാകലുമെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാന്മാരായ അമ്പിയാക്കന്മാരെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, നല്ല നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിൽ അവർ ധൃതി കാണിക്കുന്നവരായിരുന്നു എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞതായി കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനിസ്തതാഅ മിൻകും, നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും സാധ്യമാകുമെങ്കിൽ അൻ യൻഫഅ അഖാഹു, തന്റെ സഹോദരനെ ഏതെങ്കിലും വിധത്തിൽ ഉപകാരം ചെയ്തു കൊടുക്കാൻ സാധ്യമാകുന്നുവെങ്കിൽ ഫൽയഫ്അൽ, താമസം വിനാവൻ അത് ചെയ്തു കൊടുക്കട്ടെ എന്ന്.